ഭജഗോവിന്ദം ഭജഗോവിന്ദം. കേരളത്തിലിപ്പോൾ നന്ദഗോപൻസ് ഭജൻസ് എന്ന് പറയുന്നത് വളരെ വലിയ പേരുള്ളൊരു ഒരു സംവിധാനമാണ്. കുറേ ചെറുപ്പക്കാരാണ്, വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ അവർ ലീവൊക്കെ എടുത്ത് വന്നിട്ട് 10-25 വർഷമായി അവർ ഈ പരിപാടി നടത്തുന്നു. യൂട്യൂബ് വഴിയാണ് അവർക്ക് വലിയ പബ്ലിസിറ്റി കിട്ടിയ, സോഷ്യൽ മീഡിയ വഴിയാണ്. ഇപ്പോൾ പക്ഷേ അവർ ലക്ഷങ്ങൾ മേടിക്കുന്ന, ആയിരങ്ങൾ പങ്കെടുക്കുന്ന, 10,000 പങ്കെടുക്കുന്ന, ചിലപ്പോൾ ടിക്കറ്റ് വെച്ച് നടക്കുന്ന, പിന്നെ ടിക്കറ്റ് ഉണ്ടെങ്കിലും ഫ്രീ ആണെങ്കിലും നല്ല തിരക്കുള്ള ഒരു വലിയ ഒരു സംവിധാനമായിട്ടാണ് നന്ദഗോപൻസ് ഭജൻസ്. അതുകൊണ്ട് തന്നെ കുറേ അമ്മമാരും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഭജൻസ് ഒരു ട്രെൻഡായി വന്നിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിൽ ഓരോന്നാണല്ലോ കേരളത്തിൽ ട്രെൻഡ്. ഈ ഭജൻസ് ട്രെൻഡ് വന്നിട്ടുണ്ട്. ഈ ട്രെൻഡ് വന്ന ഭജൻസിൻ്റെ പേര് വെച്ചുകൊണ്ട് 8 ലക്ഷം രൂപ അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് ശബരിമലയിൽ ഭജൻസ് നടത്തിയെന്ന് പിന്നെ പറഞ്ഞ് 8 ലക്ഷം രൂപ അടിച്ചു മാറ്റി. എന്നിട്ട് അതിൻ്റെ തമാശ എന്ന് പറഞ്ഞാൽ വാസവനൊക്കെ മന്ത്രിയായിരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളതെന്നുള്ളതാണ്. ഈ വാസവനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിലെ മന്ത്രിമാരിൽ എല്ലാവരും ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളതാണ് സങ്കടം. പിണറായി വിജയൻ ഒഴിച്ച് ബാക്കി എല്ലാം എന്താ പേര് പറയാം, ഞാൻ മന്ത്രിമാരായതുകൊണ്ട്, എൻ്റെ കൂടി മന്ത്രി ആയതുകൊണ്ട് ഞാൻ ആ പദങ്ങൾ ഉപയോഗിക്കുന്നില്ല. വാസവൻ രാവിലെ ഒരു പർട്ടിക്കുലർ ടൈമിൽ വന്ന് പറയും അവിടെ ഭജൻസ് നടന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞ് പറയും അവിടെ ഞാൻ ചെന്നപ്പോൾ ഭജൻസ് തീരുകയായിരുന്നു, ഭജൻസ് തീർന്നപ്പോഴാണ് ഞാൻ അവിടെ ചെന്നത്. കുറച്ച് കഴിയുമ്പോൾ പറയും നന്ദഗോപൻസിൻ്റെ ഭജൻസ് വച്ചിരുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയും നന്ദഗോപൻസിൻ്റെ ഭജൻസ് അവിടെ വച്ചിരുന്നില്ല. എന്തെങ്കിലും ധാരണയുണ്ടോ അങ്ങേക്ക് ഈ വിവരങ്ങളെടുത്ത് പത്രസമ്മേളനം നടത്തുന്നതിന്? അങ്ങ് നടന്നു കഴിഞ്ഞ പരിപാടിയല്ലേ, നടക്കാൻ പോണതല്ലല്ലോ. എന്തെങ്കിലും ആരെന്തെങ്കിലും വിവരം എടുത്തിട്ട് മിസ്റ്റർ വാസവൻ നിങ്ങൾ പത്രസമ്മേളനം നടത്തണ്ടേ, അല്ലെങ്കിൽ പത്രങ്ങൾക്ക് ബൈറ്റ് കൊടുക്കണ്ടേ? നിങ്ങൾ പറയും, കുറേ കഥകൾ പറയും, എന്നിട്ട് പറയും ദേവസ്വം ബോർഡാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറയും. ദേവസ്വം ബോർഡാണ് ചെയ്യേണ്ടത്. പ്രശാന്ത് പറയുന്നതനുസരിച്ച് 4 കോടി രൂപയാണ് വരുന്നത്. പക്ഷേ എത്ര ലക്ഷം രൂപയാണ് നിങ്ങൾ അവിടെ എഴുതിയെടുത്തത് അയ്യപ്പൻ്റെ പേരിൽ? 600 പേർ മാത്രം പകൽ പങ്കെടുത്ത പരിപാടിയിൽ നിങ്ങൾ വൈകുന്നേരത്തെ ഫുഡായിട്ട് 3000 പേര് ഫുഡ് കഴിച്ചതായിട്ട് ബില്ലുണ്ടാക്കി. 600 പേര് അവിടെ കിടക്കുന്നു. 600 പേര് ഫുൾ ടൈം ഇല്ലായിരുന്നു. 600 പേര് ഉദ്ഘാടന സമയത്താണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് എല്ലാവരും ഓരോരോ വീടുകളിൽ പോയി. പാരലൽ സെക്ഷൻ TK നായരുടെയും അതുപോലെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ KJ മറയ്യേസിൻ്റെ നേതൃത്വത്തിൽ പാരലൽ സെക്ഷനുകൾ നടന്നപ്പോൾ അവിടെ ഈച്ചയും പൂച്ചയും ഇല്ലായിരുന്നു. 4-5 പേരേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും നിങ്ങൾ 600 പേർക്ക് പോട്ടെ, ഫുഡ് എഴുതിയത് പോട്ടെ, 3000 പേരിൽ ഫുഡ് എഴുതി. എന്നിട്ടോ മുഖ്യമന്ത്രി കിടക്കാൻ 1 ലക്ഷം രൂപയുടെ കട്ടിൽ, ഇരിക്കാൻ അവിടെ ഫർണിച്ചർ, മുഖ്യമന്ത്രി ഇരിക്കുന്ന സ്ഥലത്തൊരു ഫർണിച്ചർ എന്ന് പറഞ്ഞ് സോഫ സെറ്റ് വാങ്ങിയത് 70,000 രൂപയുടെ സോഫ സെറ്റ്. ഇതൊക്കെ ആരുടെ പണമാണ് മിസ്റ്റർ വാസവൻ, പിണറായി വിജയൻ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, പ്രശാന്ത് അടക്കമുള്ളവർ ഉത്തരം പറയേണ്ടതാണ്. അതിനും നല്ല രസകരമാണ് ശബരിമല. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് കണ്ണിൽ കണ്ടവരെല്ലാം അടിച്ചുകൊണ്ട് പോയി. ടെൻഡർ ഇല്ലാതെ പദ്ധതി കൊടുക്കുക, 10% കൂട്ടിക്കൊടുക്കുക. ലോകത്തെവിടെയെങ്കിലും കൂട്ടിക്കൊടുക്കുന്ന കാര്യം കേട്ടിട്ടുണ്ടോ? ടെൻഡറിനേക്കാൾ കുറച്ച് കൊടുക്കുന്നതല്ലേ ഗവൺമെൻറ്റിന് ലാഭം? ഇത് ടെൻഡർ തുകയേക്കാൾ 10% കൂട്ടിക്കൊടുക്കുക. അവർ മറ്റൊരു ഏജൻസിക്ക് ഊരാളങ്കം ലേബർ സൊസൈറ്റി എടുത്തത് വേറെ ഏജൻസിക്ക് മാറിക്കൊടുക്കുക. ആ ഏജൻസി മറ്റൊരു ഏജൻസിക്ക് കൊടുക്കുക. GST ബില്ല് വയ്ക്കാതിരിക്കുക, ബില്ലുള്ളതിന് ബില്ലടയ്ക്കാതിരിക്കുക. സകലതും തരികിടയാണ്. അങ്ങനെ ഈ എല്ലാത്തതിൻ്റെ പേരിൽ, നടത്താത്ത ഗാനമേളയുടെ പേരിൽ, നടത്താത്ത ഭജൻസിൻ്റെ പേരിൽ, കഴിക്കാത്ത ഭക്ഷണത്തിൻ്റെ പേരിൽ, വാങ്ങാത്ത ഫർണിച്ചറിൻ്റെ പേരിലൊക്കെ കള്ള ബില്ലുകൾ ധാരാളമായി വെച്ച് അതെല്ലാം കൂടി പറഞ്ഞ് കോടതി പറഞ്ഞു 45 ദിവസത്തിനകത്ത് ഇത് നടത്തണം. ഇതിന് സ്പോൺസർമാരെ കണ്ടെത്തണം. 5 പൈസ പോലും ദേവസ്വം ബോർഡിൽ നിന്ന് എടുക്കരുത്. എന്നാൽ അഡ്വാൻസ് എന്ന് പറഞ്ഞ് 3.5 കോടി രൂപ ദേവസ്വം ബോർഡിൽ നിന്ന് കൊടുത്തു. അത് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ധനലക്ഷ്മി ബാങ്ക് ഇവരുടെ എല്ലാ ഒത്താശകൾക്കും കൂടെ നിൽക്കുന്നൊരു ധനലക്ഷ്മി ബാങ്കുണ്ട്. ആ ധനലക്ഷ്മി ബാങ്കിന് 2 കോടി രൂപ അവർ കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 1 കോടി രൂപ കേരള ബാങ്ക്, വാസവൻ്റെ കേരള ബാങ്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. 1 കോടി രൂപ അദാനി കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതാണ് 4 കോടി. പക്ഷേ ആ 4 കോടിയിൽ കൃത്യമായ പൈസ പിരിഞ്ഞിട്ടില്ല. അതിലും തട്ടിപ്പാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 8 കോടി രൂപ ചിലവായെന്ന് ദേവസ്വം ബോർഡ് പറയുന്നു. 7 കോടി ചിലവായെന്ന് മറ്റൊരു കണക്ക് പറയുന്നു. ഓഡിറ്റ് ചെയ്തത് ശരിയല്ല എന്ന് പ്രശാന്ത് പറയുന്നു. 3 കോടി സംതിങ് ചിലവായിട്ടുള്ളെന്ന് പ്രശാന്ത് പറയുന്നു. ശരിക്ക് എന്താണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ ശബരിമലയിൽ നടന്നത്? അവിടെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണനെ മാത്രമായിട്ട് നമ്മൾ എന്തിന് കുറ്റം പറയണം? മേൽശാന്തി മുതൽ കീഴ്ശാന്തി മുതൽ കഴകക്കാരൻ മുതൽ അവിടെ നിൽക്കുന്ന സകല പേരും അതിൻ്റെ പങ്ക് പറ്റി വീട്ടിൽ കൊണ്ടുപോകുന്നു. ദിവസക്കൂലിക്കാർ 650 രൂപ കൂലിയുള്ളവർ 500,000 1 ലക്ഷവും രൂപ വീട്ടിലേക്ക് അയക്കുന്നു. പോസ്റ്റ് ഓഫീസ് വഴി, അല്ലെങ്കിൽ ബാങ്ക് വഴി. എങ്ങനെ ഈ പണം അയക്കാൻ കഴിയുന്നു? അങ്ങനെ വലിയ കൊള്ളയാണ് അവിടെ നടക്കുന്നത്. ഈ വലിയ കൊള്ളയെ ചെറുക്കാൻ ആർക്കാണ് കഴിയുക? ഇതിനിടയിലാണ്
സ്വർണ്ണക്കൊള്ള കേസ് വേറെ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ജയറാമിനെ വീണ്ടും ചോദ്യം ചെയ്യും എന്നാണ് കേൾക്കുന്നത്. വാസവനെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ ഇ നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെ പലർക്കും പലതരത്തിൽ നോട്ടീസും, അതുപോലെ തന്നെ ജയശ്രീക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, മുരാരി ബാബുവിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പലരുടെയും ബാങ്ക് അക്കൗണ്ടും സ്വത്തുമൊക്കെ ട്രാൻസാക്ഷനൊക്കെ മരവിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡിയുടെ വഴിക്ക് പോകുന്നു. ഇതിനിടയിലാണ് ഹൈക്കോടതി കയറി ദേവസ്വം ബോർഡ് ബെഞ്ച് ചോദിക്കുന്നത്, എന്തിനാണ് CBIക്ക് വിടുന്നത്? CBI തെളിയിച്ച പ്രമാദമായ 2 കേസ് ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞ് അതിന് വേണ്ടി കേസ് കൊടുത്ത രാജീവ് ചന്ദ്രശേഖരനെയും ഹിന്ദു ഐക്യവേദിയും അല്ലെങ്കിൽ ഏതോ 1-2 വ്യക്തികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരെ ഇട്ട് വട്ടം കറക്കുന്നു കോടതി. അപ്പോൾ എന്തായാലും വളരെ രസകരമായ രീതിയിലാണ് ശബരിമലയിലെ കേസ് പോകുന്നത്. ഒരു വശത്ത് തൊണ്ടി മുതൽ കിട്ടുന്നില്ല, യഥാർത്ഥ പ്രതികളുമായി ബന്ധപ്പെട്ടവരെ പിടിക്കാൻ പറ്റുന്നില്ല, സ്വർണ്ണ എവിടെ കൊണ്ട് കൊടുത്തു എന്ന് പിടിക്കാൻ പറ്റുന്നില്ല, അത് വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുന്നില്ല, വലിയ നേതാക്കളെ ഉണ്ണികൃഷ്ണൻ പോയിട്ടുള്ള ബന്ധത്തെ ഇപ്പോഴും സമ്പൂർണ്ണമായി എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതൊരു വഴിക്ക് പോകുന്നു. അതിനിടയിലാണ് ഈ അയ്യപ്പ സംഗമം പോലുള്ള പരിപാടികൾ നടത്തി അതിലും ലക്ഷങ്ങൾ വെട്ടുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? 8 ലക്ഷം രൂപയാണ്, 1-2 പൈസയല്ല, 8 ലക്ഷം രൂപയാണ് നടത്താത്ത ഫജൻസിൻ്റെ പേരിൽ എഴുതിയെടുക്കുന്നത്. ഫജൻസിൻ്റെ മാനേജർ വന്ന് പറയുന്നുണ്ട്, ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾക്ക് അന്ന് ആ ദിവസം വേറെ പരിപാടി ബുക്കിംഗ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. പക്ഷെ പോകാത്ത ഫജൻസിൻ്റെ പേരിൽ 8 ലക്ഷം, 1 ലക്ഷം രൂപയുടെ കട്ടിൽ. എന്താണ് മുഖ്യമന്ത്രിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ കാശാ വർക്കേഴ്സിന് കൊടുക്കാൻ പൈസയില്ല, അംഗനവാടിക്കാർക്ക് കൊടുക്കാൻ പൈസയില്ല, അംഗനവാടി പെൻഷൻകാർക്ക് കൊടുക്കാൻ പൈസയില്ല, DA കൊടുക്കാൻ പൈസയില്ല, ശമ്പള പരിഷ്കരണത്തിന് പൈസയില്ല, അഷ്യോർഡ് പെൻഷന് പൈസയില്ല, ഒന്നിനും പണമില്ല, വികസന പ്രവർത്തനങ്ങൾക്ക് പണമില്ല, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണമില്ല, ആളുകൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പണമില്ല, ശമ്പളം കൂട്ടി കൊടുക്കാൻ പണമില്ല. 1 ലക്ഷം രൂപയുടെ കട്ടിൽ വാങ്ങാനും 70,000 രൂപയുടെ സോഫാ കംഫർട്ട് വാങ്ങി ഒരു ദിവസത്തേക്കാണ് വാങ്ങാൻ അദ്ദേഹം കോട്ടയം ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിട്ട് അവിടെ നിന്ന് രാവിലെ അങ്ങോട്ട് ശബരിമല പോയാൽ ആരെങ്കിലും അദ്ദേഹത്തെ കൊന്നുകളയുമോ? തലേ ദിവസം പോയി പമ്പയിൽ താമസിച്ചിട്ട് തന്നെ പിറ്റേ ദിവസം ഈ പരിപാടി പങ്കെടുക്കണം, മുഖ്യമന്ത്രി പോലുള്ള ആൾ പങ്കെടുക്കണമെന്ന് എന്തിനാണ് ഈ നിർബന്ധം പിടിക്കുന്നത്? അപ്പോൾ വളരെ ഇതിന് തിരുവനന്തപുരത്ത് നിന്ന് പോയാൽ പോലും എത്ര മണിക്കൂർ എടുക്കുന്നു കാറിൽ പോകുമ്പോൾ? മുഖ്യമന്ത്രിയുടെ കാറല്ലേ. പക്ഷേ അതൊന്നുമല്ല. ഇനി ഫ്ലൈറ്റിൽ പോയി കൊച്ചിയിൽ നിന്ന് ഇറങ്ങി പോയാലോ, കൊച്ചിയിൽ നിന്നാകുമ്പോൾ പക്ഷേ വളരെ ദൂരെയാണ്, ശബരിമല ഇങ്ങോട്ട് കിടക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ പോകേണ്ടി വരും. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കാറിൽ പോയാൽ എത്ര സമയമെടുക്കും? മുഖ്യമന്ത്രിയുടെ കാറല്ലേ. ഇതൊന്നുമല്ല പ്രശ്നം. കോടികൾ മുടിക്കുക, ഒരു രാജാധികാരത്തിൻ്റെ പ്രമാദം എല്ലാവരെയും കാണിക്കുക, ഞാൻ വലിയവനാണെന്ന് കാണിക്കുക, അതിൻ്റെ ആഡംബരവും ഡംബും കംപ്ലീറ്റ് സ്ഥലങ്ങളിലും കാണിക്കുക. താഴെ നിൽക്കുന്നവൻ പിയൂൺ വരെ അല്ലെങ്കിൽ സെക്യൂരിറ്റി വരെയുള്ളവർ ഇതിൻ്റെ പങ്ക് പറ്റുന്ന വളരെ വികലമായിട്ടുള്ള ഒരു ശബരിമല ഭരണ സംവിധാനമാണ് കാണുന്നത്. ഇതിനിടയിൽ ആകപ്പാടെയുള്ളൊരു ആശ്വാസം ജയകുമാർ IAS ഇടയ്ക്കിടയ്ക്ക് പറയും, നോക്കാം, പരിശോധിക്കാം, നടപടിയെടുക്കും, ഇങ്ങനെ പറയുന്ന മാത്രമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന ആലിബാബയെ 41 കള്ളന്മാരും എന്ന് പറഞ്ഞതുപോലെ ഇതിലിപ്പോൾ ആലിബാബ എന്ന് പറയുന്നിടത്ത് മാറി ഒരു ജയകുമാർ വന്നിട്ടുണ്ട്. പക്ഷേ 41 കള്ളന്മാരാണ് ചുറ്റും. അവർ ചുറ്റും നിന്ന് തീയിടുമ്പോൾ ജയകുമാർ വഴങ്ങുമോ? അങ്ങനെ ജയകുമാർ IAS അവർ വഴങ്ങിയാൽ ശബരിമലയിൽ പിന്നെ ആരാണ് ഈ ശബരിമലയെ രക്ഷിക്കുക? ഏത് ഭരണ സംവിധാനത്തിൽ ശബരിമല രക്ഷപ്പെടും? വളരെ കൃത്യമായൊരു ചോദ്യമാണ്. വിശ്വാസി സമൂഹവും പൊതുസമൂഹവും എത്രയോ ദിവസങ്ങളായിട്ടാണ് ചാനൽ ചർച്ചകൾ നടക്കുന്നത്. എത്ര ദിവസം ഇവിടുത്തെ മുഖ്യധാര വളരെ പ്രമുഖമായിട്ടുള്ള ചാനലുകൾ, ഏറ്റവും ഉള്ള റേറ്റിംഗ് ഉള്ള ചാനലുകൾ വരെ എത്ര ദിവസമാണ് ശബരിമല വിഷയം ചർച്ച ചെയ്യുന്നത്? ഇതുപോലൊരു ഗതികേട് ഈ ഒരു നാട്ടിന് വന്നത് പറയാതിരിക്കാൻ കഴിയില്ല, ഇത് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഇത് പറയണ്ട എന്ന് വിചാരിച്ചാലും വീണ്ടും കൊള്ളയുടെ മഞ്ഞുരുക് മല പോലുള്ള കൊള്ളയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഓരോ അറ്റമാണ് നമുക്ക് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി കിട്ടാനുള്ളത് ഈ മലയുടെ വലിയ ഭാഗമാണ്.